സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകാത്തതിൽ UDF-ൽ അതൃപ്തി. കോൺഗ്രസ് ലീഗ് ചർച്ച പോലും ഇതുവരെയും പൂർത്തിയായില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം CMP തുടങ്ങിയ പാർട്ടികളിൽ അതൃപ്തി പുകയുകയാണ്. സരീഷ് പിക്കാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സരീഷ്, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര, ആ യാത്ര പൂർത്തിയാകുന്നതിന് മുൻപ് ഇതിലൊക്കെയും ഒരു തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും എങ്ങും എത്തിയില്ല. യഥാർത്ഥത്തിൽ പുതുയുഗ യാത്രയ്ക്ക് മുൻപ് തന്നെ ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി സീറ്റ് വിഭജനം പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക അത് ഘട്ടം ഘട്ടമായി പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ ഈ യാത്രയ്ക്കൊപ്പം തന്നെ പറയുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത് ഈ പുതുയുഗ യാത്രയുടെ ഭാഗമായി ഇടയ്ക്ക് ചില വിസ്മയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. LDF-ൽ നിന്നും ചില ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ ആയാലും അതോടൊപ്പം തന്നെ ശ്രേയാംസ് കുമാർ വിഭാഗത്തിന് RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ UDF-നോടൊപ്പം ചേരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ എറണാകുളം പിന്നിടുമ്പോഴും യാത്രയുടെ ഭാഗമായി അത്തരത്തിലുള്ള വിസ്മയങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആളുകൾ എത്തിയാൽ കൂടുതൽ സീറ്റുകൾ അവർ ആവശ്യപ്പെടും. അങ്ങനെ വന്നാൽ നേരത്തെ ഉണ്ടാക്കുന്ന തീരുമാനത്തെ അത് ബാധിക്കും എന്നുള്ളതായിരുന്നു UDF പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് നോക്കിയാൽ LDF കൃത്യമായി ഘടകകക്ഷികൾ ചർച്ച നടത്തുകയും സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. NDA-യിലേക്ക് നോക്കിയാൽ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 30 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും UDF-ലെ ഘടകകക്ഷികളുമായി, മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഒരു ഘടകകക്ഷികളുമായി കൃത്യമായൊരു ചർച്ചയിലേക്ക് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് വലിയ അതൃപ്തിയായി അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലീഗുമായി മാത്രമാണ് ഇടയ്ക്കിടെയുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് ചില സീറ്റുകൾ വെച്ചുമാറുന്നതും കൂടുതൽ സീറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാകട്ടെ, CMP ആകട്ടെ, RSP ആകട്ടെ, RMP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളാവട്ടെ, ഇവരുമായി ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം UDF-ൽ തന്നെ മുന്നോട്ട് വരുന്നത്. നിലവിൽ CMP കൃത്യമായി പറയുന്നത് നേരത്തെ 2 സീറ്റുകളാണ് CMPക്ക് അനുവദിച്ചിരുന്നത്. ആ 2 സീറ്റ് നേരത്തെ കുന്നംകുളവും അതോടൊപ്പം തന്നെ നെന്മാറയുമായും ഇരുന്നു അനുവദിച്ചിരുന്നത്. പക്ഷേ കുന്നംകുളത്ത് അവർ മത്സരിക്കാൻ തയ്യാറായില്ല. നെന്മാറയിൽ മാത്രമാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ 2 സീറ്റുകൾ വേണം. നേരത്തെ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെങ്കിൽ പോലും 2 സീറ്റുകൾ വേണം എന്ന് CMP ആവശ്യമായി മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം സീറ്റാണ്. അവിടെ CP ജോണിന് തന്നെ മത്സരിക്കാൻ തിരുവനന്തപുരം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുന്നംകുളം, ലീഗിൻ്റെ കയ്യിലുള്ള കുന്നംകുളം സീറ്റ് കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും നിലവിൽ നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കുന്നംകുളം ലീഗിൻ്റെ കയ്യിലാണ്. മറ്റൊന്ന് തിരുവനന്തപുരം സീറ്റ് എന്ന് പറയുന്നത് നേരത്തെ VS ശിവകുമാർ മത്സരിച്ചിരുന്ന കോൺഗ്രസിന് അതിശക്തമായ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ അവിടെ നിന്നും സീറ്റ് CMPക്ക് നൽകുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെ RMPക്ക് ഒരു സീറ്റ്, വടകര സീറ്റ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ ഒരു സീറ്റ് കൂടി വേണം എന്നൊരാവശ്യം RMP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ RMP മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത് കുന്നംകുളം ഈ RMP നാദാപുരമോ ഒപ്പം തന്നെ കുന്നംകുളമോ വേണം എന്നൊരാവശ്യമാണ്. പക്ഷേ അതിലും ഒരു തീരുമാനമായിട്ടില്ല. അത്തരത്തിൽ RSPയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് തന്നെ മറ്റ് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ്. ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ 10 സീറ്റുകൾ അനുവദിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത്രത്തോളം സീറ്റുകളൊന്നും തന്നെ അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കാരണം അസോസിയേറ്റ് പാർട്ടികൾ ഉൾപ്പെടെ UDF-ലേക്ക് വന്നിട്ടുണ്ട്. ആ അസോസിയേറ്റ് പാർട്ടികൾക്കും സീറ്റ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സീറ്റുകൾ നൽകാനാകില്ല. അതോടൊപ്പം ജോസഫ് വിഭാഗത്തിൽ നിന്ന് ചില സീറ്റുകൾ തിരിച്ചെടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും ജോസഫ് വിഭാഗത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികളായി നിൽക്കുന്ന ആളുകളുമായി ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെ അസോസിയേറ്റ് പാർട്ടിയായ PV അൻവറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങി അവർ പ്രചാരണത്തിലേക്ക് പോലും കടക്കുന്നതിലും കൃത്യമായ അതൃപ്തി ഈ ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ചർച്ചകൾ പൂർത്തിയാക്കണം എന്നൊരാവശ്യമാണ് UDF കൺവീനറുമായി ഘടകകക്ഷി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ സരീഷ്, ശരി. പ്രിയപ്പെട്ട